ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അബൂസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുർക്കുറ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, കടയിൽ നിന്നെല്ലാം വാങ്ങാൻ കിട്ടുന്ന അതേ ടൈപ്പിൽ നമുക്ക് കുർക്കുറ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടി ഒരുപാട് കൂടിപ്പോകേണ്ട ആവശ്യമില്ല, 3 ടേബിൾ സ്പൂൺ തന്നെ മതിയാവും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് റവ കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 കപ്പ് വെള്ളമാണ്. ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ കട്ടയെല്ലാം ഒന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ ആ മാവിലെ കട്ടയെല്ലാം ഒന്ന് ഉടച്ചെടുത്തിട്ട് ആ മാവ് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാൻ ഒന്ന് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് കൈ ഇളക്കാതെ ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണം. ഈ മാവ് ഒന്ന് അടിയിൽ പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് ഈ മാവ് അടിയിൽ പിടിക്കാത്ത രീതിയിൽ വേണം നമ്മളൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇപ്പോൾ മാവിലെ വെള്ളമെല്ലാം അത്യാവശ്യം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ ഫ്ലെയിമിൽ നിന്ന് ഇതൊന്ന് മാറ്റി കൊടുക്കാം. മാവിൻ്റെ ചൂടെല്ലാം അത്യാവശ്യം ഒന്ന് മാറി നമുക്ക് കൈകൊണ്ട് ഇങ്ങനെയൊന്ന് തൊടാൻ പറ്റുന്ന ഒരു പരുവാകുമ്പം നമുക്കിതിലേക്ക് കുറച്ച് കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ ചപ്പാത്തിക്കെല്ലാം കുഴയ്ക്കുന്ന അതേ ഒരു രീതിയിൽ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഈ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് കോൺഫ്ലവർ കൂടിപ്പോകാനും പാടില്ല. ഞാനിപ്പം കുറച്ചായിട്ട് 2 വട്ടം കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടാണ് ഇതൊന്ന് കുഴച്ചെടുക്കുന്നത്. നമ്മുടെ ചപ്പാത്തിയുടെ മാവിൻ്റെ ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത് നിർത്താവുന്നതാണ്. ഇപ്പം മാവെല്ലാം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഷേപ്പാക്കി എടുക്കാം. ഈ മാവ് ഷേപ്പാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വണ്ണത്തിൽ ഇതൊന്ന് ഉരുട്ടിയെടുക്കണ്ട. ജസ്റ്റ് ഒന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. കാരണം നമ്മൾ ഓയിൽ ഇടുമ്പോഴത്തേക്കും ബേക്കിംഗ് സോഡ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വീർത്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് വണ്ണത്തിലാക്കി എടുക്കുമ്പോൾ ഒന്നുകൂടെ വീർത്ത് വരും. അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് നമുക്ക് കറക്റ്റ് കിട്ടത്തില്ല. ഇതിന് പ്രത്യേകിച്ച് ഷേപ്പും ഇല്ല, നമുക്ക് പലതും പല രീതിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഷേപ്പാക്കി എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഞാനിവിടെ ഇതെല്ലാം ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. ഇത് തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇത് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വെളിച്ചെണ്ണ ഒഴികെയുള്ള ഏത് ഓയിലും നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാവുന്നതാണ്. നമ്മുടെ കുർക്കുറ ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്ക് ഓയിലിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടി ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കുർക്കുറ എല്ലാം ഇവിടെ ഒന്ന് നല്ല ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലകൾ കൂടി ചേർത്ത് കൊടുക്കാം.
കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട. ചാറ്റ് മസാലയിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തേച്ചാൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണോളം ചാറ്റ് മസാല, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ഈ കുർക്കുറെ ഒന്ന് നന്നായിട്ടൊന്ന് കൊട്ടിക്കൊടുക്കാം. ഇതുപോലെ ഒന്ന് കൊട്ടിക്കൊടുക്കുമ്പം കുർക്കുറയുടെ എല്ലാ ഭാഗത്തും ഇതുപോലെ മസാല ഒന്ന് പിടിച്ച് കിട്ടും. അപ്പോൾ നമ്മുടെ കുർക്കുറ ഇവിടെ റെഡി ആക്കി ഇട്ടിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ കുർക്കുറ വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. കൂടെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും വരേക്കും ബായ്.